Hello, Assalamu alaikum. Welcome back to my channel, Mymoonz Kitchen. ഇന്ന് നല്ല നാടൻ ചിക്കൻ കൊണ്ടുള്ളൊരു വിഭവമാണ്. നല്ല നാടൻ ചിക്കൻ വരട്ടാണ് ഉണ്ടാക്കുന്നത്. തേങ്ങയൊക്കെ വറുത്തിട്ട് മിക്സാക്കി എടുക്കുന്ന ചിക്കൻ. ഒരുപാട് ഗ്രേവിയൊന്നും ഇല്ലാത്ത എന്നാൽ നല്ല കുഴഞ്ഞിരിക്കുന്നൊരു ഗ്രേവിയാണ്. നമുക്കിത് എന്താ പറയുക, വാട്ടിപ്പത്തലിൻ്റെ കൂടെ അതുപോലെ ചൂട് ചപ്പാത്തീൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു നാടൻ ചിക്കൻ വരട്ടിയത് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ചിക്കൻ ഒരു 500 ഗ്രാം എല്ലാം കൊട്ടോട് കൂടിയിട്ടുള്ളത് എടുത്തിന്, ചെറിയ ചെറിയ പീസായിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഇപ്പോൾ വെള്ളത്തിലിട്ട് വെച്ചിന്. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചെറിയ ഉള്ളിയാണ് വേണ്ടത്. മെയിനായിട്ടും ചെറിയ ഉള്ളി മാത്രമേ വേണ്ടുള്ളൂ, വലിയ ഉള്ളി ആവശ്യമില്ല. പക്ഷേ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉള്ളതാകെ ഇത്രയേ ഉള്ളൂ. അതൊരു 2 കൈപ്പിടിയോളം ഉണ്ടാവും. ബാക്കി പോരാത്തത് ഞാൻ സവാളയാണ് എടുത്തത്. 2 സവാളയും ഒരു 2 കൈപ്പിടിയോളം ചെറിയ ഉള്ളിയും, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളി ഒരു മീഡിയം വലിപ്പത്തിലുള്ളതാണെങ്കിൽ എന്താ പറയുക, ഒരു 2 എണ്ണമൊക്കെ എടുക്കാം. ഞാനിപ്പം വലുതായതുകൊണ്ട് ഒന്നേ എടുത്തിട്ടുള്ളൂ. ഇനിയിപ്പം ഈ ഒരു കറി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തത്. അപ്പം ചട്ടിയല്ല, ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലും ഉണ്ടാക്കുക, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചട്ടി ഇപ്പോൾ നന്നായി ചൂടായി വന്നതിന് ഇതിലേക്ക് ഞാനിപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നാടൻ ടേസ്റ്റ് കിട്ടാൻ വെളിച്ചെണ്ണയായിരിക്കും കൂടുതലും നല്ലത്. അപ്പം ഒരു 3 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഈ ഉള്ളി, അതുപോലെ കുഞ്ഞുള്ളി, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ഞാനൊന്ന് ചോപ്പറിലിട്ട് നന്നായി ചോപ്പ് ചെയ്തെടുത്തതാണ്. നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുത്തതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടും. നമ്മുടെ ഈ ഒരു കറിയിൽ ഇതൊന്നും അങ്ങനെ കാണണമെന്നില്ല, അതൊക്കെ ഒന്ന് കുഴഞ്ഞിരുന്നാൽ മതി. അപ്പോൾ അതിന് കണക്കായിട്ട് ഞാൻ പൊടിയായിട്ട് ചോപ്പറിൽ അങ്ങ് ചോപ്പ് ചെയ്തെടുത്തതാണ്. കൈകൊണ്ട് നന്നായി നുറുക്കി അരിയാം, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിൽ ചെറിയ ഉള്ളിയാണ് മെയിനായിട്ട് വേണ്ടത്, സവാളൻ്റെ ആവശ്യമില്ല. അപ്പം ചെറിയ ഉള്ളി എൻ്റെ അടുത്ത് ഇത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ പിന്നെ സവാളയും കൂടെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തത്. ഇനിയിപ്പോൾ ഇതെല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. അത്യാവശ്യം ഒന്ന് കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്കൊരു 3 പച്ചമുളക് അരിഞ്ഞതും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി അതും കൂടെ നന്നായി ഒന്ന് മിക്സാക്കി വഴറ്റിയെടുക്കാം. ഈ ചോപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം, പക്ഷേ പച്ചമുളക് വല്ലാണ്ട് അങ്ങ് അരിഞ്ഞു പോകുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് അത് അരിഞ്ഞെടുത്തത്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. അത്യാവശ്യം സവാളയും കുഞ്ഞുള്ളിയും എന്താ പറയുക, ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് കുറച്ച് പൊടികൾ എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ ഞാനിപ്പോൾ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി എന്ന് പറയുമ്പോൾ ഞാൻ ഇവിടെ പൊടിക്കുന്നത്, അപ്പോൾ ഒരുപാടങ്ങ് ഫൈൻ പൗഡർ ആവില്ല, ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടുകയുള്ളൂ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഇട്ട് നന്നായി വഴറ്റിയെടുക്കുക. ഇതിലിപ്പം മുളക് പൊടി ചേർക്കുന്നില്ല, മുളക് പൊടി നമ്മൾ ലാസ്റ്റേ ചേർക്കുള്ളൂ. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പം ഈ പൊടികളൊക്കെ ചേർത്ത് നന്നായി ഒന്നങ്ങ് വഴറ്റിയെടുക്കുക. പൊടികൾ ചേർക്കുമ്പം ഫ്ലെയിം എപ്പോഴും ലോ ആക്കി വെക്കുക, കരിഞ്ഞു പോകാനും ഒക്കെ ചാൻസ് ഉണ്ട്. അതിന് നന്നായി ഈ പൊടികളൊക്കെ ഒന്ന് വാടി മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു വലിയ തക്കാളി ആയതുകൊണ്ടാണ് ഞാൻ ഒന്നെടുത്തത്. ഇനിയിപ്പം ചെറുതാണെങ്കിൽ ഒരു 2 എണ്ണമൊക്കെ എടുക്കാം. ഇതിപ്പോൾ എല്ലാം കൂടെ നന്നായിട്ട് ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ചിക്കൻ തന്നെയാണ്. ചിക്കൻ സെപ്പറേറ്റ് ആയിട്ടാണ് ഞാൻ സാധാരണ കറിയൊക്കെ ഉണ്ടാക്കുമ്പം സെപ്പറേറ്റ് ആയിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടൊക്കെയാണ് കറി ഉണ്ടാക്കുക. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ ഈ ഒരു കൂട്ടത്തിൽ തന്നെയാണ് ചിക്കൻ ഇട്ട് വേവിച്ചെടുക്കുന്നത്. ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ പിടിച്ചിട്ട് വെന്ത് വന്നോട്ടെ. എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സാക്കി എടുക്കണം. നമ്മൾ ഈ വഴറ്റിയിട്ടുള്ള ഉള്ളി, തക്കാളി, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ഇഞ്ചി, വെളുത്തുള്ളി, ഇതൊക്കെ ചേർത്തില്ലേ, പൊടികളൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഇതൊക്കെ ഇനി ആ ചിക്കൻ വേവുന്ന കൂട്ടത്തിൽ വെന്ത് കുഴഞ്ഞോളും. അപ്പോൾ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ഇപ്പം ചിക്കൻ നന്നായി ഒന്ന് മിക്സ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഞാനൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ചിക്കനിൽ കുറച്ച് വെള്ളം ഇറങ്ങും, അപ്പോൾ അടച്ച് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളമൊക്കെ ഇറങ്ങുമല്ലോ. എന്നിട്ട് പിന്നെ വെള്ളം ചേർത്ത് വേവിച്ചെടുക്കാം. അപ്പോൾ അങ്ങനെ ഒരു കുറഞ്ഞതൊരു മീഡിയം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാനിപ്പോൾ അടച്ച് വെച്ചിട്ട് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങിയതിന് ഒന്ന് കളറ് മാറിയിട്ടുണ്ട് ചിക്കൻ്റെ.
ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചത്, വറുത്തിട്ട് പൊടിച്ചത് അതങ്ങ് ചേർത്ത് കൊടുക്കുക. അത് പൊടികൾ ചേർക്കുന്ന കൂട്ടത്തിൽ ചേർത്താൽ മതി കേട്ടോ, വറുത്ത വലിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സാക്കിയതിന് ശേഷം ഇതിലേക്ക് ചിക്കൻ വേവുന്ന കണക്കിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരു 2-2.5 ഗ്ലാസ്സിനടുത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതനി അങ്ങ് വേവിച്ചെടുക്കാം. പിന്നെ വലിയ ജീരകത്തിൻ്റെ പൊടി വറുത്തതില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ നെയ്യ് മൂപ്പിക്കുമല്ലോ, ഉള്ളിയൊക്കെ മാളിക്കുന്നതിന് മുമ്പ് ആദ്യം തന്നെ ഈ ഒരു വലിയ ജീരകം 1 ടീസ്പൂൺ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് ഉള്ളിയൊക്കെ ഇട്ട് വഴറ്റിയെടുക്കും. പിന്നെ ഞാനിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം എല്ലാം കൂടെ ഒന്ന് മിക്സാക്കിയതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് ഹൈ ഫ്ലെയിമിലാണ് ഞാനിനിയിപ്പോൾ വെക്കുന്നത്. അടച്ച് വെച്ചിട്ടൊന്ന് ചിക്കൻ നന്നായി വെന്ത് വരണം. അപ്പോൾ ചിക്കൻ വേവുന്നതിനനുസരിച്ചിട്ട് ഈ ചാറൊക്കെ ഒന്ന് കുറുകി വരും. അപ്പോൾ അതുവരെ നമുക്കൊന്ന് മിക്സാക്കിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് വെയിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വെക്കുന്നത്. അടച്ച് വെച്ചിന് ഇനിയിപ്പോൾ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോൾ ചിക്കൻ ഇനി അവിടെ വേവുന്നതിൻ്റെ സമയത്ത് ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിന്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് ഒരു കൈക്കണക്കാണ് എനിക്ക് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരളവാണ് ഞാൻ പറഞ്ഞിരുന്നത്. ഒരു 2 പിടിയോളം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഒരു മുറിയൊന്നും വേണ്ട, അതിൻ്റെയും ഒരു പകുതി മതിയാവും. ഞാനിവിടെ 2 കൈപ്പിടിയാണ് എടുത്തത്. എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ ഒരു 5-6 തേങ്ങ ഒരുമിച്ച് ഫ്രീസറിൽ ചിരണ്ടിയിട്ട് വെക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മുറിക്കണക്ക് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അതാണ് ഞാൻ കൈക്കണക്ക് പറഞ്ഞത് കേട്ടോ. ഇനിയിപ്പോൾ തേങ്ങ നന്നായി ഒന്ന് റോസ്റ്റായി വരണം, ജസ്റ്റ് ഒന്ന് കളറൊക്കെ മാറി വരട്ടെ. അപ്പോൾ ചിക്കൻ വേവാനായിട്ട് ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് വെച്ചത്. ഒരു 10 മിനിറ്റ് ആയി. ഇപ്പം ചാറൊക്കെ കുറച്ച് കുറുകി, എന്താ പറയുക, ചിക്കൻ അത്യാവശ്യം ഒന്ന് വെന്ത് വന്നിന്. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കുക. പിന്നെ ഇതിലേക്ക് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ കറക്റ്റായിട്ട് ചേർത്തു. അപ്പം ഇത് ചാറ് കുറുകുന്നതിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കൂടും. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കുമ്പോൾ തന്നെ നോക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ. കുറച്ച് ചേർത്തിട്ട് പിന്നെ വേണമെങ്കിൽ നമുക്ക് പോരാൻ തോന്നുവാണെങ്കിൽ ചേർക്കാമല്ലോ കൂടുതൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ഉപ്പ് കൂടിക്കഴിഞ്ഞാൽ നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോഴേക്കും നമ്മുടെ തേങ്ങ കണ്ടോ നന്നായി കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് കറിവേപ്പിലയും കൂടെ ഒന്ന് റോസ്റ്റായി വരണം. ഒന്ന് എന്താ പറയുക, ഒരു ക്രിസ്പി ആയിട്ട് കിട്ടും കറിവേപ്പില. അതുവരെ ഒന്ന് വറുത്തെടുക്കാം. ഇപ്പം ഞാനിത് നന്നായി റോസ്റ്റ് ആയതുകൊണ്ട് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്തതിന് ഇനിയിപ്പം ഒരു 2.5 ടേബിൾ സ്പൂണോളം കാശ്മീരി റെഡ് ചില്ലി ചേർത്ത് കൊടുക്കുക. എരിവൊന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഒരു കളറിന് മാത്രം കേട്ടോ. കാരണം നമ്മൾ എരിവിന് കുരുമുളക് പൊടിയും പച്ചമുളകൊക്കെ ചേർത്തിനല്ലോ. ഇനിയിപ്പോൾ ഈ ഒരു കടായിലുള്ള ചൂട് കൊണ്ട് തന്നെ ഈ ഒരു മുളകൊക്കെ ഒന്ന് മൂത്ത് വന്നോളും. അപ്പോൾ നന്നായി ഒന്നങ്ങ് ഇളക്കി കൊടുക്കാം. പിന്നെ ഇങ്ങനെ പൊടി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യണം, ഇല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ കറി കണ്ടോ നന്നായി ചിക്കൻ വെന്തിന്. ഇനിയിപ്പം ചാറും നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഞാൻ ഇത്രയും സമയം ചിക്കൻ എന്താ പറയുക ഫ്ലെയിം ഏറ്റവും ലോ ആക്കിയിട്ടാണ് വെച്ചത്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ വറുത്തിട്ടുള്ള തേങ്ങ ഈ ചിക്കനിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ നന്നായി ഒന്നങ്ങ് മിക്സ് ആക്കിയെടുക്കാം. അപ്പം ഈ ഒരു തേങ്ങയിലുള്ള മുളക് നമ്മുടെ ഈ ഒരു ചിക്കനിൽ എല്ലാത്തിലും അങ്ങ് പിടിച്ചോളും. അപ്പോൾ ഒരു കളറൊക്കെ ജസ്റ്റ് കിട്ടും. എന്താ പറയുക, തേങ്ങയും ആ ചിക്കനും എല്ലാം കൂടി ആകുമ്പം അടിപൊളി മണമുണ്ട്. പിന്നെ വെളിച്ചെണ്ണയിലാണല്ലോ നമ്മളിത് വഴറ്റിയെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു സ്പെഷ്യൽ എന്താ പറയുക, ഒരു നല്ലൊരു മണം കിട്ടുന്നുണ്ട്. ഇനിയിപ്പോൾ എല്ലാം കൂടെ നന്നായി മിക്സാക്കിയിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നമ്മുടെ കറി റെഡിയായി. പിന്നെ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവ് തോന്നിയത് കൊണ്ട് മാത്രം അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് പച്ച കറിവേപ്പില ഇങ്ങനെ മുകളിലൊന്ന് വിതറിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മുടെ കറി റെഡിയായി. കളറ് കണ്ടോ ചെറുതായിട്ട് മാറി വന്നത്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ വരട്ടിയത് ഇവിടെ റെഡിയായി. ഇനിയിപ്പോൾ ചൂടോട് കൂടിയിട്ട് വാട്ടിപ്പത്തലിൻ്റെ കൂടെയോ ചപ്പാത്തീൻ്റെ കൂടെയോ തേങ്ങാപ്പത്തലിൻ്റെ കൂടെയോ ഒക്കെ കഴിക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഉണ്ടാക്കി നോക്കണം. പിന്നെ ഇത് നല്ല അടിപൊളി സ്പൈസി ആയിട്ടുള്ള ഒന്നാണ്. അപ്പം ആ ഒരു സ്പൈസി ടേസ്റ്റ് കിട്ടുന്നത് കുരുമുളകിൻ്റെയും പച്ചമുളകിൻ്റെയും തന്നെയാണ്. അപ്പം കുരുമുളകിൻ്റെ അളവ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ മാത്രമേ ചേർത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ, ആ ഒരു ഓരോരുത്തരുടെ ടേസ്റ്റ് നോക്കിയിട്ട്. പിന്നെ കുറച്ച് നാരങ്ങ നീര് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞൊഴിച്ചിന് അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചിക്കൻ വരട്ടി ഇത് റെഡിയായി. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂലേ, എന്നിട്ട് എന്നോട് അഭിപ്രായം പറയണം. ഇനി പുതിയ വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ബൈ, ടാറ്റാ.